Life is like riding a bicycle. To keep your balance, you must keep moving. ആൽബർട്ട് ഐൻസ്റ്റൈൻ 19ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞയിൽപ്പെട്ട ഒരാളാണ്. നമ്മളിന്ന് കാണുന്ന റെഫ്രിജറേറ്ററും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഫിസിക്സിൽ ആപേക്ഷിക സിദ്ധാന്തം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കോഷൻ, അതായത് ബുദ്ധിയുടെ അളവ് 160 എന്നാണ് പറയുന്നത്. എന്തോ ആട്ടെ, അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നാം തന്നെ പരിശ്രമിച്ചേ മതിയോ. നാം എങ്ങനെ പരിശ്രമിക്കണു എന്ന് ചോദിച്ചാൽ അത് ഒരു സൈക്കിൾ യാത്രക്കാരനോടുള്ള ഒരു ഉപമയാണ് അദ്ദേഹം പറയുന്നത്. അത് സൈക്കിൾ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. സൈക്കിളുമായിട്ട് ഉന്തിയും മുന്നോട്ട് പോവാം, സൈക്കിളുമായിട്ട് വെറുതെ നിന്നും അവിടെ തന്നെ ഇരിക്കാം. സൈക്കിള് ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസിങ് അറിഞ്ഞിരിക്കണം. അത് ഇടത്തേക്കോ വലത്തേക്കോ മറിയാതെ, തിരിയാതെ, അല്ലെങ്കിൽ വീഴാതെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകലാണ്. ഈ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ജീവിതത്തിന് മാത്രമേ നീക്കം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. മുന്നോട്ടുള്ള പോക്ക്. നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്നത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ വാഹനത്തിൽ നാം സഞ്ചരിക്കണം. അത് പ്രത്യേകിച്ച് സൈക്കിളാകുമ്പോൾ സൈക്കിൾ നാം ഓടിക്കണം. സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ബാലൻസ് ചെയ്താൽ മാത്രം പോരാ, സൈക്കിളിൻ്റെ ഉപയോഗം മുന്നോട്ട് കൊണ്ടുപോകലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. അപ്പം ആ മുന്നോട്ട് പോകാൻ കഴിയുന്ന, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്വരകം, മുന്നോട്ട് നയിക്കുന്ന ഒരു രാസത്വരകം, കാറ്റലിസ്റ്റ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ്. എനിക്ക് പിടിച്ചു നിൽക്കണം, എനിക്ക് പിടിച്ചു കയറണം, അതിന് ഞാൻ ഈ അവസ്ഥയെ അതിജീവിക്കണം, ഞാൻ മുന്നോട്ട് പോകും, ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഞാൻ യാത്ര ചെയ്യും. ഇംഗ്ലീഷിലൊരു വലിയ പാട്ടാണ്, ഹിന്ദിയിലും ഉണ്ട്, ഹം ഹോങ് കാമ്യാം, ഐ ഷാൽ ഓവർകം. അത് അവസാനിക്കുന്നത് വി ഷാൽ ഓവർകം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് മറികടക്കാനാവും, ഞാൻ മറികടക്കും. അത് കൈകൾ പിടിച്ച്, ഒരു പക്ഷെ ഒറ്റയ്ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കൈകൾ പിടിച്ച് കഴിയുമ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരു കൈ ചേർത്ത് പിടിച്ച് അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ദൃഢനിശ്ചയം വരും. ഡീപ്പ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ് എന്നാണ് ആ പാട്ട് പറയുന്നത്. എനിക്ക് മുന്നോട്ട് പോകാനാവും. കാരണം ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവും, ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് എനിക്ക് തരുന്ന ആ ബലവും, ആ ബലമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മനുഷ്യരാരും കൈപിടിച്ചില്ലെങ്കിലും ദൈവം എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ കൈവിട്ടാലും എൻ്റെ കൈവിടാത്ത ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ ദൈവമാവുന്ന, ദൈവത്തിലുള്ള വിശ്വാസമാവുന്ന ബൈസിക്കിളിൽ ഞാൻ മുന്നോട്ട് പോകും. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ബാലൻസ് തെറ്റാതെ വീഴാതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള നിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ജീവിതം ആത്യന്തികമായിട്ട് വിജയിക്കും. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ മാത്രമേ വിജയത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വിജയം ലക്ഷ്യമാണ്. ആ ലക്ഷ്യം മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമായിരിക്കും. ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ യാത്ര നിന്നു പോകാതെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.